ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ വർഷത്തെ WWE റെസൽമേനിയ 41 എൻ്റെ ഒരു പ്രഡിക്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രഡിക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ ജോൺ സീന വേഴ്സസ് കോഡി റോഡ്സ് ഫോർ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം കോഡി റോഡ്സ് തന്നെ ചാമ്പ്യനായിട്ട് തുടരാം. കാരണം ജോൺസൺ ഇപ്പോൾ ഒരു ഹീൽ ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ജോൺസണേക്ക്. അതുമാത്രമല്ല, ഈ മാച്ചിൽ ജോൺസനെ ഹെൽപ്പ് ചെയ്യാൻ റോക്കിൻ്റെ ഒരു ഇൻ്റർഫറൻസ് ഉറപ്പാണ്. കാരണം റോക്കാണ് ജോൺസനെ ഹീൽ ക്യാരക്ടറാക്കി മാറ്റുക. എത്ര ഇപ്പോൾ റോക്ക് വന്ന് ജോൺസനെ സപ്പോർട്ട് ചെയ്താലും കോഡി റോഡ്സ് തന്നെ ജയിക്കും. വീണ്ടും ചാമ്പ്യൻ കോഡി റോഡ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മാച്ച് കോഡി റോഡ്സ് തന്നെ വിൻ ചെയ്യും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഈ പ്രാവശ്യം ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. ഒന്നാമത്തെ ബിയാങ്ക പെരേര, രണ്ടാമത്തെ ഇലോ സ്കൈ, മൂന്നാമത്തെ റിയ റിപ്ലി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം റിയ റിപ്ലി പുതിയ ചാമ്പ്യനാണ്. കാരണം മുമ്പ് അവരായിരുന്നു ചാമ്പ്യൻ, പക്ഷേ ഇപ്പോഴത്തെ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഇലോ സ്കൈ ആണ്. അപ്പോൾ പുതിയ ചാമ്പ്യനായിട്ട് റിയ റിപ്ലി തന്നെ വരണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം അവർക്ക് നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ്, നല്ല ഫാൻസും ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം അവർ തന്നെ ജയിക്കണമെന്നാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡേനിയം പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ, ഒരു സ്ട്രീറ്റ് ഫൈറ്റാണ്. ഇവർക്ക് രണ്ടുപേർക്കും ജയസാധ്യതയുണ്ട്. കാരണം ഇവർ രണ്ടുപേരും സൂപ്പറാണ്, നല്ല സ്റ്റാമിനയാണ്, നല്ല സൈസാണ്, നല്ല ഫൈറ്റാണ്. ഇവരെ പെട്ടെന്നൊന്നും ഫിൻഫോൾ ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് നല്ല ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രൂ മാക്കൻഡയർ തന്നെ ജയിക്കാനായിരിക്കും സാധ്യത. കാരണം ഡേനിയം പ്രീസ്റ്റിനെ അങ്ങനെയൊന്നും വീഴ്ത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഡ്രൂ ഒന്ന് ട്രൈ ചെയ്യും. എന്താണെങ്കിലും ഇതിനെനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാണ്. ഈ പ്രാവശ്യത്തെ വുമൻസ് ടാഗ് ടീം എന്ന് പറഞ്ഞാൽ റാക്കേലും ലീവുമാണ്. അപ്പോൾ ഇവർക്ക് ഈ പ്രാവശ്യം എതിരാളികളായിട്ട് കിട്ടിയിരിക്കുന്നത് ബെയ്ലിയും ലൈറ വാൽക്കേറിയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഈ ലീവും റാക്കേലും തന്നെ വീണ്ടും ചാമ്പ്യൻസായിട്ട് തുടരുമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവർക്ക് നല്ല ഫൈറ്റ് ഉണ്ട്. ലീവിനെ സപ്പോർട്ട് ചെയ്യാൻ റാക്കേലുണ്ട്. എന്നാലും ബെയ്ലിയും ലയറൊന്ന് ട്രൈ ചെയ്യും. അവർ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പോലെ അവർ പിടിച്ച് നിൽക്കും. പക്ഷെ എന്നാലും അവർക്ക് ജയിക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഈ മാച്ചും ലീവും റാക്കേലും തന്നെ കൊണ്ടുപോകാനായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ലോഗൻ പോൾ വേഴ്സസ് AJ സ്റ്റൈൽസ്. എനിക്ക് ഈ മാച്ചിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇവരെ പറ്റിയൊന്നും പറയാനില്ല. എന്തായിരിക്കും സംഭവിക്കാൻ. കാരണം ചിലപ്പോൾ ലോഗൻ പോൾ തന്നെ ജയിക്കാം. ഇവരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ മെൻസിൻ്റെ ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പാണ്. ഇപ്രാവശ്യം 4 പേരാണ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡൊമിനിക് മിസ്റ്റീരിയോ, രണ്ടാമത്തെ ഫിൻ ബാലർ. ഈ ഡൊമിനിക് മിസ്റ്റീരിയോയും ഫിൻ ബാലറും തമ്മിൽ കൊടക്കായെന്ന് തോന്നി. കാരണം ഇവർക്ക് ജഡ്ജ്മെന്റ് ഡേ ഉണ്ടായിരുന്നു. ഇവരുടെ ജഡ്ജ്മെന്റ് ഡേ ഇനിയിപ്പോൾ പൊളിയും. കാരണം കൊടക്കായിട്ടുണ്ട്. പിന്നെ ഉള്ളത് പെൻഡ, ബ്രോൺ ബ്രേക്കർ. ഈ ബ്രോൺ ബ്രേക്കറാണ് ഇപ്പോഴത്തെ ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻ. എനിക്ക് തോന്നുന്നത് ഫിൻ ബാലർ ജയിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഫിൻ ബാലർ ജയിക്കുകയാണെങ്കിൽ പുതിയൊരു സ്ക്രിപ്റ്റ്, ഒരു സ്റ്റോറി വരാൻ സാധ്യതയുണ്ട്. ഡൊമിനിക്കിനൊക്കെ ഉടക്കൊക്കെ വരും. അപ്പോൾ ഇവരുടെ ജഡ്ജ്മെന്റ് ഡേ ഇപ്പോൾ പൊളിയും. എനിക്ക് തോന്നുന്നു പഴയ ആ ജഡ്ജ്മെന്റ് ഡേ വരാൻ സാധ്യതയുണ്ട്. റിയ റിപ്ലിയുടെയും പിന്നെ മറ്റേ ഡേനിയം പ്രീസ്റ്റിൻ്റെയും ഫിൻ ബാലറുടെയൊക്കെ പഴയ ആ ഒരു ജഡ്ജ്മെന്റ് ഡേ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗുന്തർ വേഴ്സസ് ജെ യൂസോ. അത് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള മാച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ WWE കാണുന്ന ആളുകളുടെയൊക്കെ ആഗ്രഹം ജെ യൂസോ ജയിക്കണമെന്നാണ്. കാരണം ജെ യൂസോയ്ക്ക് നല്ല ഫാൻസുണ്ട്. പക്ഷേ ഗുന്തറിന് നല്ല ഫൈറ്റ് ഉണ്ട്. അപ്പം ജെ യൂസോയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അപ്പോൾ ആ മാച്ച് ജെ യൂസോ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വുമൻസിൻ്റെ തന്നെ ചാമ്പ്യൻഷിപ്പുണ്ട്. അത് ടിംഫി ടൈമും ചാർലോട്ട് ഫ്ലെയറും. അത് എൻ്റെ ആഗ്രഹം ചാർലോട്ട് ജയിക്കണം. കാരണം ചാർലോട്ട് 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും WWE തിരിച്ചു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ടിഫിനി ആ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത് ഒരു ചതിയിലൂടെയാണ്. നിയ ജാക്സിനെ പറ്റിച്ചിട്ടാണ്, മണി ഇൻ ദ ബാങ്ക് വെച്ചിട്ടാണ് ആ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചാർലോട്ട് തന്നെ ജയിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഉള്ളൊരു മാച്ചുണ്ട്. അതാണ് ഞാൻ നോക്കുന്ന ഏറ്റവും വലിയ മാച്ചാണ്. അത് റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് വേഴ്സസ് സെത്ത് റോളൻസ്.
അത് എനിക്ക് തോന്നുന്നു WWE ഈ വർഷത്തെ റെസൽമേനിയ 41 ഏറ്റവും സൂപ്പർ മാച്ച് ആയിരിക്കും അത്. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും മുൾമുനെ നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു മാച്ചായിരിക്കും. കാരണം റോമൻ്റെ മിക്ക മാച്ചുകളൊക്കെ ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള മാച്ചുകളൊക്കെ ഞാൻ കാണുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോമൻ റീൻസിൻ്റെ മാച്ച്. അപ്പോൾ ഈ പ്രാവശ്യത്തെ റെസൽമേനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സെലിബ്രേഷൻ, ഫെസ്റ്റിവൽ പോലെ ആയിരിക്കും. ആരൊക്കെ ആയിരിക്കും തിരിച്ച് വരാൻ പോകുന്ന, എന്തൊക്കെ സർപ്രൈസുകളൊക്കെ ട്വിസ്റ്റുകളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും റെസൽമേനിയ 41 നാളെ കാണാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നേരെ വിപരീതമായിരിക്കും, നാളെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ, എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പ്രഡിക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിന് ഇഷ്ടമാണ്, എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ഇതുപോലൊരു